സഹോദരന്മാരെ, ഇന്ന് വിവാഹം കഴിക്കാൻ പോകുന്നവർക്കും വിവാഹം കഴിഞ്ഞ് ഒരു വർഷമാകാൻ പോകുന്നവർക്കും ആയവർക്കും വളരെ വളരെ ഗുണകരമാകുന്ന ഒരു വീഡിയോസുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നമ്മൾ ജനിച്ചതും നടക്കാനായിട്ട് പഠിക്കുന്നില്ല. ഒരുപാട് വീഴ്ചകൾ വീണുകൊണ്ടാണ് നടക്കാൻ പഠിക്കുന്നത്. അതേപോലെയാണ് രണ്ട് കുടുംബത്തിൽ കഴിഞ്ഞവരും ഒരു കുടുംബം നയിക്കാൻ പോകുമ്പോൾ അവിടെ തുടക്കത്തിൽ ചിലപ്പോൾ ഒരുപാട് വീഴ്ചകൾ ഉണ്ടായി എന്ന് വരും. ആ വീഴ്ചകളിൽ നിന്നും നമ്മൾ വീണ്ടും എഴുന്നേറ്റ് നടക്കാൻ പഠിക്കുന്നതാണ് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും വീഴുന്നില്ല. എവിടെയാണോ വീഴ്ച വന്നത് ആ വീഴ്ച മനസ്സിലാക്കി വീണ്ടും നിങ്ങൾ എഴുന്നേറ്റ് നടക്കണം. നിങ്ങൾ നടക്കാൻ പഠിച്ചാലേ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റൂ. ഏകദേശം ഒരു വർഷത്തോളം എടുക്കും ഒരു ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. കാരണം രണ്ടുപേരും രണ്ട് കുടുംബത്തിൽ നിന്നും ജനിച്ച് വളർന്നവരാണ്. അവർ ഒന്നായി ഒരു കുടുംബജീവിതം നയിക്കുമ്പോൾ അതിൽ കൂടുതലും തെറ്റുകൾ മാത്രമേ തുടക്കത്തിൽ ഉണ്ടാകുള്ളൂ. ആ തെറ്റുകളെല്ലാം തിരുത്തിക്കൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾ ജീവിതം തുടങ്ങുമ്പോഴാണ് അവിടെ ഒരു ജീവിതമാകുന്നത്. ആ ജീവിതം തുടങ്ങണമെങ്കിൽ ഏകദേശം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങണമെങ്കിൽ അതിന് ഒരു വർഷം എടുക്കും. ഒരു വർഷം ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരും. അതുവരെ നിങ്ങൾക്കുണ്ടാകുന്ന വീഴ്ചകളിൽ നിന്നുമെല്ലാം നിങ്ങൾ എഴുന്നേറ്റ് നടന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെ നടന്നുകൊണ്ടേയിരുന്നാൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഓടാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും തളരാതെ വീഴ്ചകൾ എവിടെയൊക്കെയാണ് വന്നത് എന്ന് മനസ്സിലാക്കി അവിടെ നിന്നും ആ വീഴ്ചകളൊക്കെ തിരുത്തി നല്ല രീതിയിൽ ജീവിക്കുക, ജീവിച്ച് കാണിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെയൊക്കെ കണ്ടു, ഇഷ്ടപ്പെട്ടു, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നു, കാലത്ത് വിളിക്കുന്നു, എന്താണ് എണീറ്റോ, ഭക്ഷണം കഴിച്ചോ, ചായ കുടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നു. പിന്നെ ഉച്ചയാകുമ്പോൾ വിളിക്കുന്നു, എന്താണ് ജോലിയുണ്ടോ, ജോലിക്ക് പോയോ, എവിടെയാണ്, ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നു. വൈകുന്നേരം ആകുമ്പോൾ ജോലി കഴിഞ്ഞോ, വന്നോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നു. ജോലി ചെയ്യുന്നവരാണെങ്കിൽ, ജോലി ചെയ്യാത്തവരാണെങ്കിൽ എന്താണ് ഭക്ഷണം കഴിച്ചോ, എന്ത് ചെയ്യുന്നു, വീട്ടിൽ അവരൊക്കെ എവിടെ, എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ ഓരോ വിശേഷങ്ങൾ ഓരോ സമയത്തും വിളിച്ച് ചോദിക്കുന്നു. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾ ഭർത്താവിനോടൊപ്പമുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭർത്താവ് കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടതായിട്ട് വരുന്നില്ല. ഇനി ഭർത്താവ് പുറമെ ജോലിക്ക് പോകുന്ന വ്യക്തിയാണെങ്കിൽ ഉച്ചയാകുമ്പോൾ വിളിക്കും, എന്താണ് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഭർത്താവിനെ വിളിക്കും, എന്താണ് ഭക്ഷണം കഴിച്ചോ, ഭക്ഷണം കഴിക്കാറായോ എന്ന് ചോദിച്ചിട്ട്. അല്ലാതെ ഉള്ള സംസാരങ്ങളൊക്കെ അവിടെ നിന്നു. കാരണം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ആ സംസാരം അവിടെ സ്റ്റോപ്പായി പോയത്. അല്ലാതെ വേറൊന്നും കൊണ്ടല്ല, നിങ്ങളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഭർത്താവ് എവിടെയെങ്കിലും പോയി ഇരുന്നു കൊണ്ട്, വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ പോയി ഇരുന്നു കൊണ്ട് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ കാണുമ്പോൾ അവർ മാറ്റുന്നു എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാകും. പക്ഷേ നിങ്ങളെ അവർ കണ്ടിട്ട് പോലും ഉണ്ടാകില്ല. അവർ ചിലപ്പോൾ യൂട്യൂബ് എടുക്കുന്നു, ഫേസ്ബുക്ക് എടുക്കുന്നു, വാട്സപ്പ് എടുക്കുന്നു, അങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അവർക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് എന്ന് വിചാരിക്കുന്നു. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവർ ആരെങ്കിലും ഫോൺ ചെയ്ത് നിങ്ങൾ വരുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ആ കോൾ കട്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഫസ്റ്റ് ചിലപ്പോൾ ഒന്നും വിചാരിച്ചു എന്ന് വരില്ല, 2-3 തവണ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? അവർക്ക് ആരെങ്കിലും ഉണ്ടാകും, ആരെയോ വിളിക്കുന്നതാണ്, അതുകൊണ്ടാണ് എന്നെ കാണുമ്പോൾ കട്ടാക്കുന്നത് എന്നുള്ളത്. പക്ഷേ ആ ടൈമിങ് എല്ലാം ഒരേപോലെ നിങ്ങൾ പോകുന്ന സമയത്ത് കട്ടാക്കി കൊണ്ട് ഇരിക്കുന്ന ഒരു ടൈമിംഗ് ആകുന്നു. അല്ലാതെ അവർക്ക് വേറെ ആരും ഉണ്ടായിട്ടല്ല. ചിലപ്പോൾ അവർ വർക്കിൻ്റെ സമ്മതമായിട്ട് സംസാരിച്ചതായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വന്ന കോളായിരിക്കാം, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് കട്ടാക്കുന്നതായിരിക്കാം. അപ്പോൾ അവിടെയൊക്കെ വരുന്നത് എന്താണ്? ഒരു സംശയം കാരണമാണ് ഇത്തരത്തിൽ കുടുംബത്തിലുള്ള വീഴ്ചകൾ വരുന്നതും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും. അപ്പോൾ അതൊന്നും നിങ്ങൾ അങ്ങനെ ആയിരിക്കില്ല എന്ന് മനസ്സിലാക്കുകയും, അത് ഭർത്താവിനോട് നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഭാര്യയോടാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഭാര്യയോട് എന്താണ് എന്നുള്ളത് ഓപ്പണായിട്ട് ചോദിക്കുക. അപ്പോൾ അവിടുത്തെ ആ പ്രശ്നങ്ങൾ കഴിയും. ഇത് ചോദിക്കാതെ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് അവിടെ ഊതി വീർപ്പിച്ച ബലൂണ് പോലെ നിങ്ങളുടെ മനസ്സിങ്ങനെ വീർത്ത് വന്ന് ലാസ്റ്റ് കൊണ്ട് അതെന്താകുന്നു? പൊട്ടുന്നു, പൊട്ടിത്തെറിക്കുന്നു. അപ്പോൾ അങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള ഒരു ഇടം വരുത്താതെ നിങ്ങളുടെ മനസ്സിൽ എന്താണോ അപ്പോൾ തോന്നിയത് അത് ഓപ്പണായിട്ട് ചോദിക്കുക. അപ്പോൾ തന്നെ അതിനുള്ള മറുപടി കിട്ടുമ്പോൾ ആ പ്രശ്നം അവിടെ തീർന്നു. പിന്നെ നാലാമത്തെ കാര്യം പറഞ്ഞു. ഇപ്പോൾ അഞ്ചാമത്തെ കാര്യം,
നിങ്ങൾ ആദ്യമായിട്ട് ഒരു കല്യാണം കഴിഞ്ഞ് വന്ന വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾ ഭക്ഷണം വയ്ക്കുന്നതും എടുക്കുന്നതും എല്ലാം ചിലപ്പോൾ ഉപ്പോ മുളകോ ഒക്കെ കൂടുതലായിരിക്കാം, കുറവായിരിക്കാം. ഭർത്താവിൻ്റെ വീട്ടിൽ വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ കൂടുതൽ വേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ കുറവ് വേണ്ടതായിട്ട് വരാം. ചായ വെച്ച് കൊടുക്കണമെങ്കിൽ അത് സ്ട്രോങ് ആയിട്ട് വേണ്ടതായിട്ട് വരാം. ചിലപ്പോൾ നിങ്ങൾ ഒരു തവണ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ വീട്ടിലത്തെ ശൈലിയിലായിട്ട് വരും. രണ്ടാമത്തെ തവണ ചെയ്യുമ്പോൾ ഭർത്താവ് ഇന്ന പോലെ ചെയ്യണമെന്നും ഉണ്ടാകും. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഓർക്കാതെ വീണ്ടും നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന പോലെയാവും. മൂന്നാമത്തെ തവണ ചെയ്യുമ്പോൾ അതിൽ നിന്നൊക്കെ ചെറിയ മാറ്റം വരുത്തി, എന്നാലും എന്താ പറയുക, ഭർത്താവ് ആഗ്രഹിച്ച ലെവലിൽ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോഴും നിങ്ങളെ ഇത് അങ്ങനെ വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ തുടർച്ചയായിട്ട് ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കും എന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് നല്ലത്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഭക്ഷണമൊക്കെ വെച്ച് വിളമ്പുമ്പോൾ ആൾ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പം ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം ഇഷ്ടമല്ല, എന്നോട് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലുമല്ല. ആൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം തിരുത്താൻ പറയുന്നത്. കുറച്ചും കൂടി ഉപ്പ് കൂട്ട്, മുളക് കൂട്ട് എന്നൊക്കെ പറയുന്നത്. അതേപോലെ സ്ട്രോങ്ങിൽ ഒരു ചായ കുടിക്കുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങളത് സ്ട്രോങ്ങില്ലാതെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി സ്ട്രോങ് വേണം എന്ന് പറയുന്നു. ചിലവർ ലൈറ്റായ ചായ കുടിക്കുന്നവരായിരിക്കാം, നിങ്ങൾ സ്ട്രോങ്ങിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവർക്ക് അത് ലൈറ്റായിട്ട് വേണം എന്ന് പറയുന്നു. അപ്പോൾ അവിടെയൊക്കെ അത് നിങ്ങൾ മനസ്സിലാക്കി മാറ്റം വരുത്തിയാൽ ആ കുടുംബജീവിതം നിങ്ങൾക്ക് നന്നായി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ എന്താ പറയുക, നിങ്ങളുടെ തെറ്റായ ധാരണകളും പൂർണ്ണമായും മാറ്റിയെടുക്കുക. നിങ്ങളോട് ഇഷ്ടമില്ല, അത് കൂടുതലും തോന്നുന്നത് പെൺകുട്ടികൾക്കാണ്. കാരണം അവർ വേറെ ഒരു കുടുംബത്തിൽ നിന്നും നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്ന് ചുവട് വെച്ച് അവിടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് നിങ്ങളിങ്ങനെ ഓരോ കാരണങ്ങൾ പറയുന്നത്. അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ്. പക്ഷേ അത് എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് പെൺകുട്ടികൾ തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ നിങ്ങളെ വേണ്ടാത്തത് കൊണ്ടോ ഒന്നുമല്ല. നിങ്ങൾ നല്ല രീതിയിൽ ഭക്ഷണം വെക്കണം, ഭക്ഷണം വെച്ചത് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് അവർ പറയുന്നത് എന്ന് മനസ്സിലാക്കുക. അതേപോലെ എവിടേക്കെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോൾ സർപ്രൈസ് ആയിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മേടിച്ചിട്ട് കൊണ്ടുവന്ന് തരുമ്പോൾ ആ സ്നേഹത്തോടെ നിങ്ങൾ കാണിക്കുന്ന ഒരു പെരുമാറ്റ രീതിയും ഇതൊക്കെ ഭർത്താവിന് വളരെ ഇഷ്ടപ്പെടുന്നതായിരിക്കാം. അതേപോലെ ഭാര്യ എന്തെങ്കിലും ഭർത്താവിന് മേടിച്ചു കൊടുക്കുമ്പോൾ ഭർത്താവിൻ്റെ ആ ഒരു സ്നേഹം നിങ്ങളോട് പ്രകടിപ്പിക്കുമ്പോഴും അതേപോലെ ഭർത്താവിൻ്റെ ആ ഒരു സന്തോഷം കാണുമ്പോഴും നിങ്ങൾക്കും അത് സന്തോഷിക്കാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മനസ്സിൽ വിചാരിച്ചത് ഒരു കൺമഷിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചാന്തായിരിക്കാം, അത് നിങ്ങളോട് പറയാതെ ഒരു സർപ്രൈസ് ആയിട്ട് മേടിച്ചു തരുമ്പോൾ ഇന്നത് മേടിച്ചെന്നല്ലോ എന്നുള്ള ഒരു സന്തോഷം നിങ്ങളുടെ മനസ്സിൽ വരും. ആ ഒരു സന്തോഷം കാണാനായിരിക്കും ഭർത്താവ് നിങ്ങളോട് പറയാതെ മേടിച്ചു തന്നത്. അതേപോലെ ഭാര്യയാണെങ്കിലും ഭർത്താവിന് ഇന്നത് മേടിച്ചു കൊടുക്കാമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതൊരു സർപ്രൈസ് ആയിട്ട് നിങ്ങൾ മേടിച്ചു കൊടുക്കുമ്പോൾ ആ ഭർത്താവിൻ്റെ സ്നേഹം കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനൊന്നും ഒരു തെറ്റായ രീതിയിൽ കാണരുത്. എന്നോടൊന്നും പറയാതെ ആളുടെ ഇഷ്ടത്തിന് മേടിച്ചു, ആളുടെ ഇഷ്ടത്തിനുള്ളത് മേടിച്ചു തന്നു എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിചാരിക്കാതെ, അവർ സ്നേഹത്തോടെയല്ലേ മേടിച്ചു തന്നെ, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങളോട് പറയാതെ ഒരു സർപ്രൈസ് ആയിട്ട് തരാനായിട്ടാണ് ആഗ്രഹിച്ചത്, അതുകൊണ്ടാണ് അങ്ങനെ തന്നത്. അതിന് ദേഷ്യവും വാശിയും കാണിക്കരുത്. അങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങൾ തുടങ്ങുക. നിങ്ങളുടെ തുടക്കം കുറിക്കുന്നതിൽ ഒരു വീഴ്ചകൾ സംഭവിച്ചെന്ന് പറഞ്ഞ് തളർന്ന് നിങ്ങൾ ആ ജീവിതം വേണ്ട എന്ന് വെച്ച് പോകാതെ, വീഴ്ചകൾ ഒരുപാട് വന്നിട്ടുണ്ടാകും, ആ വീഴ്ചകളൊക്കെ എവിടെയാണ് വന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങുക. അതേപോലെ ഭർത്താവ് ചിലപ്പോൾ കുടിക്കുന്ന ആളായിരിക്കാം, വലിക്കുന്ന ആളായിരിക്കാം. അത് കാണുമ്പോൾ നിങ്ങൾ ഭർത്താവിനോട് പറയും കുടിക്കരുത്, വലിക്കരുതെന്ന്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഭർത്താവ് കുടിക്കും വലിക്കും ഒന്നും ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരം വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഭർത്താവ് നല്ല രീതിയിൽ നല്ല ആരോഗ്യത്തോടെ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടും ആയിരിക്കാം. അപ്പോൾ അതും ഭർത്താവ് അതേപോലെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ കാരണങ്ങളെല്ലാം ചെയ്യില്ല എന്ന് പറഞ്ഞ് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് വീണ്ടും ഭർത്താവിനോട് സ്നേഹം കൂടും. അതേപോലെ ഭാര്യയോടും എന്തെങ്കിലുമൊക്കെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്നത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അതും ഭാര്യ അതേപോലെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഭർത്താവിനും ഭാര്യയോട് സ്നേഹം കൂടും. ഇങ്ങനെയാണ് ഒരു കുടുംബജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹങ്ങൾ കൂടുന്നതും സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കുന്നതും. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി സന്തോഷത്തോടെ തുടർന്ന് ജീവിക്കുക. ഓരോരുത്തരും തുടക്കത്തിലുണ്ടായ വീഴ്ചകൾ കാരണം നിങ്ങളാരും തളർന്നു പോകരുത്. ആ വീഴ്ചകളിൽ നിന്നും നിങ്ങൾ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് എണീറ്റ് ഓടണം. അത് ഓടുന്നത് വരെയും നിങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം. സന്തോഷകരമായിട്ടുള്ള ജീവിതം നിങ്ങൾ ഓടി കാണിച്ചു കൊടുക്കണം സന്തോഷത്തോടെ. അതാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.